الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله سبحانه وتعالى في قرآنه المجيد: بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن إلى آخر الآية. فقال أيضا: وكل المؤمنين يغضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിലുപരിയായി അവന്റെ കവനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാന്തരങ്ങളിൽ അക്രമങ്ങളിൽ കഴിഞ്ഞിരുന്ന ജനതയെ, അല്ലാഹുവിനെ അറിയാതെ കഴിഞ്ഞിരുന്ന ജനതയെ അവനിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, അവനെ അറിയാൻ വേണ്ടി ധാരാളം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് ഏറ്റവും മോശമായ ജനതയിലേക്കായിരുന്നു. ആ ജനതയെ കുറിച്ച് പറയാൻ എത്രത്തോളം താഴ്മ, എത്രത്തോളം അങ്ങേയറ്റം വൃത്തികേടിൽ കഴിഞ്ഞിരുന്ന ആ ജനതയെന്നാൽ പണക്കൊതിയന്മാരായ രാജാക്കന്മാര് പോലും ഭരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ആ കാലഘട്ടത്തില് ആ സമുദായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവരെ ഏറ്റവും മോശമായി കണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അവരെ ഏറ്റവും മോശമായി കണ്ടിരുന്നത്, ഏറ്റവും നികൃഷ്ട വസ്തുവായിട്ട് കണ്ടിരുന്നത് സ്ത്രീ സമൂഹത്തെയായിരുന്നു. അക്രമത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയും അവരെ അടിമകളായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അങ്ങനെയുള്ള സമുദായത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആദ്യമായി നടത്തിയ വിപ്ലവം അത് സ്ത്രീത്വത്തിന് വേണ്ടിയായിരുന്നു, അത് സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവുമില്ലായിരുന്നു. പെൺകുഞ്ഞ് ധരിച്ചാൽ അവളെ കുഴിച്ചു മൂടണമെന്നായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് റോഡിലൂടെ നടക്കാൻ സാധിക്കുകയില്ല, വഴിയോരങ്ങളിലൂടെ നടക്കാൻ സാധിക്കുകയില്ല. അവളെ എങ്ങനെയും നിസ്സാരപ്പെടുത്താം, ഗണ്യപ്പെടുത്താം. അങ്ങനെയുണ്ടായിരുന്ന ആ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്സത്ത് നൽകി. ആ ദീനുൽ ഇസ്ലാം ഇസ്സത്ത് നൽകി. എന്തായിരുന്നു ഇസ്സത്ത് നൽകിയത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച് കളയാനുള്ള വസ്തുവല്ല. അവൾ ഒളിപ്പിച്ച് വെക്കേണ്ട വിലപിടിപ്പുള്ള വസ്തുവാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീകളെ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ, എത്രത്തോളം വിലപിടിപ്പുള്ളതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ, അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീ സമൂഹത്തിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ വസ്ത്രം ധരിക്കണം, നിങ്ങൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നത്. അവരെ ഒരു മുത്തിന്റെ ഉള്ളിൽ, അവരുടെ ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെത്താൻ മുത്തിനെ പോലെ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, അല്ലയോ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം, താങ്കളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മുഴുവൻ ഉമ്മത്തിനീങ്ങളായ മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും താങ്കൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയോ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് കൽപ്പിക്കുകയാണ്, അവർ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അവരുടെ വസ്ത്രവിധാനത്തെ സൂക്ഷിക്കണേ, അവരുടെ വസ്ത്രവിധാനത്തെ സൂക്ഷിക്കണേ. എത്രത്തോളം അന്യതയിലും നിസ്തതയിലും നിസ്സാരതയിലും കഴിഞ്ഞിരുന്ന ആ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിലാക്കിയത് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു: കുല്ലിൽ മുഅ്മിനീന യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വ യഹ്ഫദ്ന ഫുറൂജഹുൻ, അല്ലയോ നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലിൽ മുഅ്മിനീന, മുഅ്മിനാത്തുകളോട് പറഞ്ഞു കൊടുക്കുക, യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ, വ യഹ്ഫദ്ന ഫുറൂജഹുൻ, അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, വലാ യുദ്നീന സീനതഹുൻ, അവരുടെ സൗന്ദര്യത്തെ അവർ വെളിവാക്കാൻ പാടില്ല, അവരുടെ സൗന്ദര്യത്തെ അവർ വെളിവാക്കാൻ പാടില്ല. ഇല്ലാ മാ
വെളിവാകുന്നതൊഴികെ, അതല്ലാതെ അവർ മറ്റൊന്നും വെളിവാക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ അതിൽ നിന്ന് പലരും തെളിവ് കൊണ്ടുവരുന്നത് എന്തെന്നറിയോ? അവരെ വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ മാ വഹറമിന, അറിയാതെ വെളിവാകുന്നത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് മുൻകൈയും മുഖവുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ മുഫസ്സിരീങ്ങൾ എഴുതുന്ന വാക്കുണ്ട്, എന്തെന്നറിയോ? മുഫസ്സിരീങ്ങൾ എഴുതുന്നത് അതിലെ അവരറിയാതെ ഉദ്ദേശിക്കുന്ന, അവരറിയാതെ കാറ്റത്ത് മാറിപ്പോകുന്ന ഹിജാബ് ധരിച്ചിട്ടുണ്ട്, അവരറിയാതെ മുഖത്ത് നിന്ന് വസ്ത്രം മാറിപ്പോകുന്നു, അത് കുഴപ്പമില്ല. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബിതങ്ങളെ വഫാത്താക്കി, നബിതങ്ങളെ ദഫൻ ചെയ്ത, നബിതങ്ങളെ മറമാടിയ ആ വീടിൽ ഞാൻ പ്രവേശിക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയിട്ടുണ്ട്. അവിടെ ഞാൻ പ്രവേശിക്കുമ്പോൾ എന്റെ വസ്ത്രവിധാനത്തെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. എത്രത്തോളം സൂക്ഷിക്കാൻ സ്ത്രീ സമൂഹത്തിന് ഇസ്സത്ത് നൽകിയത് ഈ വസ്ത്രവിധാനത്തിലൂടെയാണ്. അവിടെ എത്രത്തോളം അവരുടെ ശരീരഭാഗങ്ങളെ കാണാത്ത രീതിയിൽ അവിടെ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം സൂക്ഷിക്കാൻ അവർ മുൻകൈയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഈ ഉമ്മത്തിനെ ഇസ്സത്തിലൂടെ വഴി കാണിക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.